ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതാ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നത്. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചോറിനൊക്കെ വെള്ളം വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ പുലർച്ചയ്ക്ക് നടക്കുന്ന കാര്യപരിപാടികളാണ്. അതുകൊണ്ട് അതൊന്നും ഉറക്കച്ചടവിൽ നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതിന് ശേഷമുള്ള ബാക്കി വിശേഷങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ച് ചോറിനൊക്കെ വെള്ളം വെച്ചത് ഉഷാറായിട്ട് കത്തിച്ചിട്ടുണ്ടേ. നല്ല വിറകൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ ഒരു ചെമ്പിൽ കുടിക്കാനുള്ള വെള്ളവും വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ എപ്പോൾ ചോറ് വെക്കണ സമയത്തും ഇങ്ങനെ കുടിക്കണതിനുള്ള വെള്ളം വെച്ച് കൊടുക്കേ. കാരണം ആ അടുപ്പിലേക്ക് നല്ല ചൂട് പറ്റുന്നതുകൊണ്ട് വെറുതെ അവിടെ അടുപ്പ് മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യൂ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഉഷാറായി തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ കുളിച്ചൊക്കെ വന്നു. അപ്പോഴേക്കും അരിയൊക്കെ ഇട്ടിട്ടാണ് പോയത്. കാരണം ഒരുപാട് തുണി തിരുമ്പാണ്ടായിട്ടുണ്ടേനി. അപ്പം ചോറ് വേവണത് വരെ കാത്തിരിക്കാൻ സമയമില്ല. അപ്പോൾ ചോറിന് അരി ഇട്ടു ഇടയ്ക്ക് വന്നിട്ട്. പിന്നെ ആ സമയം നല്ല വേവുള്ള അരിയാണല്ലോ ഇട്ട് പോയതാട്ടോ. അപ്പം അത് വെന്ത് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഉഷാറായിട്ടുണ്ട്. ഇനി അതൊന്ന് ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്തിട്ട് നമുക്ക് ഇനി ഒരു ചെറിയ കറിയും കൂടി ഉണ്ടാക്കണം. അപ്പം ഞാൻ അടുപ്പത്തേക്ക് ഇതാ കുറച്ചും കൂടി വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടോ. ഇവിടെ സത്യം പറയാച്ച ഒരു 3 ചെമ്പ് വെള്ളം ഒരു ദിവസം തിളപ്പിക്കും. ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ അനീഷേട്ടന് ചെമ്പിലെ വെള്ളം രാവിലത്തേക്ക് വേണം. കുടിക്കാൻ വലിയ 2 കുപ്പി വെള്ളം കൊണ്ടുപോകും കേട്ടോ പണിസ്ഥലത്തേക്ക്. അപ്പം ചൂടുവെള്ളം നല്ലോണം ഇവിടെ തിളച്ച് കിടന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതാ നമുക്ക് അയലമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മുറിച്ച് വെച്ചിനെ. ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ അത് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചതേനി. അപ്പോൾ അതൊക്കെ തണുപ്പ് പോയി ഉഷാറായി കിട്ടീന്. അപ്പം നമ്മളെ പണികൾ പെട്ടെന്ന് നടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് സിമ്പിൾ ഒരു അയിലക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് കറി വെക്കണം. അപ്പോൾ ചോറ് ഊറ്റണതിൻ്റെ ഇടയിൽ കൂടെ അതാ ഞാൻ മുറ്റത്ത് വെയിലത്ത് തുണി ആറിയിട്ടതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാട്ടോ. ഇന്ന് ഒരുപാട് തിരുമ്പാണ്ടായിട്ടോ. 5 ആളുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഒരുപാടുണ്ടാവും എന്നും തിരുമ്പാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തിരുമ്പാനെടുക്കും. കാരണം നമ്മളെ പാപ്പുമോളും കൂടെ കയറി കിടക്കണോണ്ടേ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് തിരുമ്പും. എന്നാലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചോറൊക്കെ ഊറ്റി കഴിഞ്ഞു കേട്ടോ. ഇനി അതൊന്ന് കറി വെക്കണം. മീൻ 2 അയിലേ ഉള്ളൂ കേട്ടോ. കാരണം അത് ഇന്നലെ രാത്രിയിൽ മത്തി കൊണ്ടുവന്നപ്പോൾ മത്തി അപ്പോൾ കറി വെച്ച്. അപ്പോൾ ഈ അയില 2 ഞാൻ മുറിച്ചിട്ട് അവിടെ ഫ്രീസറിൽ വെച്ചതാട്ടോ. രാത്രിയിൽ എല്ലാം കൂടി എടുത്ത് തീർക്കണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ 2 അവിടെ എടുത്ത് വെച്ച്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാനും നന്ദുമോളും അബി മാത്രമേ ഉള്ളൂ. പിന്നെ അനീഷേട്ടനും വരും വൈകുന്നേരത്തിന്. അപ്പോൾ ഇത് മതി. പിന്നെ നായ്ക്കുട്ടികളും അല്ലേ, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ വൈകുന്നേരം വരുമ്പം വേറെ മീൻ കൊണ്ടുവരും. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരത്തിനുള്ള കറിയാണ്. അപ്പോൾ ഉള്ളത് കൊണ്ടൊരു കുഞ്ഞ് കറി വെക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാനിത് ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. ഒരു 2-3 പച്ചമുളക് കൂട്ടാം. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മസാലപ്പൊടികളൊക്കെ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇല്ല കേട്ടോ, മുളക് പൊടി. മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. മല്ലിപ്പൊടി ഇന്നലെ തീർന്ന കാരണം ഞാൻ പറയാനും വിട്ടുപോയി. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് മാത്രമേ ഇടണുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മുളക് കറിക്ക്. അപ്പോൾ അതാ ഞാൻ അടുക്കളയിലൊക്കെ ചവിട്ടാനിട്ടത് കണ്ടില്ലേ. ഇതൊക്കെ ഷർട്ടാണ് കേട്ടോ. നമ്മൾ ചവിട്ടിയൊക്കെ ഇട്ട് മടുത്ത് പെട്ടെന്ന് കേടുവരും. അപ്പോൾ അതാ ഞാനിങ്ങനെ അനീഷേട്ടൻ്റെ പഴയ ഷർട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ടാട്ടോ ഇങ്ങനെ ഇടുക. അതാകുമ്പോൾ നമുക്ക് വേഗം ചളിയായാൽ തിരുമ്പി എടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. സോപ്പും പൊടിയിലൊന്നും അങ്ങോട്ട് പുതർത്തി വെച്ചിട്ട് നല്ല 2 അടി അടിച്ച് കല്ലുമ്മൽ 2 അടി അടിച്ചിട്ടാൽ അത് സംഭവം ക്ലീനായി. അതുകൊണ്ട് ഞാനിങ്ങനെ ചവിട്ടാൻ അടുക്കളയിലൊക്കെ അപ്പോൾ ഇങ്ങനെ ഷർട്ടൊക്കെ ആട്ടിടൽ. സ്റ്റെപ്പുമ്മലും അടുക്കളേൻ്റെ സ്റ്റെപ്പുമ്മലൊക്കെ ഇങ്ങനെ പഴയ ഷർട്ട് ഉണ്ട് എടുത്തിടും കേട്ടോ. അപ്പം അത് നല്ലൊരു ഐഡിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെട്ടെന്ന് വൃത്തിയായി കിട്ടുകയെ. ചവിട്ടിയൊക്കെ ആകുമ്പോൾ എന്താ പറയുക, അടിച്ച് തിരുമ്പുമ്പോഴൊക്കെ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ വരും. ഇതാകുമ്പോൾ അങ്ങനെ വെയിറ്റും ഒന്നും വരില്ല. നമുക്ക് എപ്പം വേണമെങ്കിലും അതെടുത്തൊന്ന് സോപ്പും പൊടിയിൽ ഇട്ടിട്ടൊന്ന് കുത്തിയെടുക്കാം. അങ്ങനെ കറി വെക്കണ തിരക്കിലാണ്. പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മീൻ ഇതൊക്കെ സെറ്റാക്കണതിൻ്റെ മുന്നേ തന്നെ പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ നമ്മൾ കറി വെക്കണതിൻ്റെ കുറച്ച് മുന്നേ പുളി വെള്ളത്തിലിട്ട് വെച്ചാലേ കറി അതാവുമ്പോഴേക്കും നമുക്ക് സെറ്റായി കിട്ടുള്ളൂ, പുളി അലിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അടുപ്പിൽ കണലുണ്ട് കേട്ടോ. ഞാൻ അടുപ്പിൽ തന്നെ വെക്കാൻ വിചാരിച്ച്. അപ്പോൾ കണലിലേക്കൊന്ന് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് കടലാസ് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. പോളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പോളൊക്കെ അമ്മ കമ്പനിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. തീ പിടിച്ച് കിട്ടാൻ നല്ല എളുപ്പമാണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീ പിടിക്കാൻ വേണ്ടി അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കൊള്ളിവിറകും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, അത്രയ്ക്കും സൂപ്പറായിട്ട് കത്തും. പിന്നെ നന്ദുമോൾ അവിടെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. TV ഒക്കെ നോക്കി ചായ കുടിയിലാണ്.
ഞാൻ പിന്നെ രാവിലെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞേരെ ചായയൊക്കെ കുടിച്ചതാണ്. അപ്പോൾ ചെറിയൊരു അടുക്കളയാണ് കേട്ടോ ഗൈസ്. ഞാനും അമ്മയും മാത്രം നിന്ന് പെരുമാറുന്ന ഒരു അടുക്കളയാണ്. ഇപ്പം പിന്നെ അധികവും ഞാൻ തന്നെയാണ്. അമ്മ പിന്നെ ഞായറാഴ്ചയൊക്കെ ലീവുള്ള ദിവസം സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഞാൻ തന്നെയാണല്ലോ. അപ്പോൾ ഞാനൊരാളും, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സൗകര്യമൊക്കെ തന്നെ മതി കേട്ടോ. അപ്പോൾ അത് അടുക്കളയിലുള്ള സൗകര്യത്തിൽ നമ്മൾ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കണതാണ്. അടുക്കളേൻ്റെ ജനവാതിലുമിലാണ് ഞാൻ ഇങ്ങനെ പുട്ടും തൂക്കും മിക്സീൻ്റെ ജാറും കാര്യങ്ങളും കത്തിയിട്ടേക്കണ ജഗ്ഗു ഒക്കെ വെക്കുക കേട്ടോ. പെട്ടെന്ന് എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണത്. പിന്നെ ഇതാ ഞാൻ കുടിക്കുന്ന വെള്ളങ്ങളാണ് അപ്പുറത്തെ സൈഡിലൊക്കെ. ഇതെന്താ ഒരുപാട് പാത്രങ്ങൾ നിരന്നിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അടുക്കളേൻ്റെ സൗകര്യത്തിനനുസരിച്ച് പാത്രങ്ങൾ ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഷെൽഫും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഈ അടുക്കളേൻ്റെ ഈ വീതനകൾ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. അടിയിൽ ഷെൽഫൊന്നുമില്ല. പിന്നെ അടിയിലുള്ള സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ അരിൻ്റെ പാത്രവും കാര്യങ്ങളൊക്കെ വെച്ചത്, പിന്നെ കുറച്ച് പാത്രം കമഴ്ത്തിയിട്ടതൊക്കെയാണ് കേട്ടോ. ഉള്ള സൗകര്യം കൊണ്ട് ജീവിക്കുക, അതല്ലേ വേണ്ടത്. വലിയ ആർഭാടുള്ളൊരു വീടൊന്നല്ല, ഒരു സാധാരണ വീട്. അപ്പോൾ ഞാൻ ഇന്നലത്തെ രാത്രിയിലേ കുറച്ച് ചോറ് ബാക്കിയുണ്ടായേ, ആ ചോറൊന്ന് സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിച്ച് ഊറ്റിയതാട്ടോ. അത് വേണമെങ്കിൽ കഴിക്കാം, വേണ്ടെങ്കിൽ കഴിക്കേണ്ട എന്നുള്ള രീതിക്ക് തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ട്. ഇനി അഥവാ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് അരി ഇട്ടിട്ടുള്ളൂ, കാരണം ഈ ചോറ് ബാക്കിയുള്ളതുകൊണ്ടേ കുറച്ച് അരി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ അത് ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ, രാത്രിക്ക് വെച്ച ചോറും എടുക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അപ്പോഴേക്ക് നമ്മളെ കറി തിളച്ച് കേട്ടോ. ചെറുതായിട്ടുള്ള കറിയാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ചിന്. തീ പിന്നെ ഉഷാറായി കത്തിയിട്ടോ. തിളച്ച് അതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുത്ത് ഇനി ആ മീനൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. മൂന്ന് കഷ്ണമാക്കിന്, 2 മീൻ 6 കഷ്ണമുണ്ട്. എന്തായാലും ഉഷാറായിട്ടൊന്ന് വേവട്ടെ. ഇനി ഇതിലേക്ക് 2-3 വെളുത്തുള്ളീൻ്റെ അല്ലിയൊന്ന് ചതച്ചിടണം. അപ്പോഴേക്കും ഇതൊന്ന് ലേശം ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഞാൻ ഇങ്ങനെയാട്ടോ ഒരു സിമ്പിൾ കറിയൊക്കെ ഉണ്ടാക്കുക. മല്ലിപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇടാം, പക്ഷേ മല്ലിപ്പൊടി ഇല്ലാത്തതുകൊണ്ടാട്ടോ ഇടാത്തത്. അപ്പോൾ അതാ 2-3 വെളുത്തുള്ളി ചതച്ച് വെച്ചതുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇതിന് ഒരു പ്രത്യേക ഒരു ചൊയ വരുമല്ലോ, അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് വലിയൊരു ലോങ് വീഡിയോ ഒന്നല്ല കേട്ടോ. പിന്നെ ഇതാ 2-3 ഇല്ലി കറിവേപ്പിൻ്റെ ഇല നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചതാണേ. ചെറിയൊരു മരമുണ്ട്, അതുമൊന്ന് കിട്ടിയത് ഇങ്ങോട്ട് പറിച്ചുകൊണ്ടോന്ന് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ വലിയൊരു വീഡിയോ ഒന്നല്ല, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യൂ കേട്ടോ. കമൻറ്റൊക്കെ ഇടണേ. അതിൻ്റെ ഇടയിൽ കൂടെ അതാ നമ്മളെ കറി വെന്ത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട അറിയോ? ആ അടുപ്പത്തേക്ക് നമ്മുടെ ചോറ് വെച്ച ചെമ്പ് എടുത്ത് വെക്കുക. ചെമ്പൊക്കെ തേച്ച് കഴുകി കൊണ്ടുവച്ചിട്ടോ. ചെമ്പൊക്കെ പുറത്ത് പോയിട്ട് പൈപ്പിൻ്റെ ചോട്ടിൽ നിന്ന് അങ്ങോട്ട് തേച്ച് കഴുകും. അപ്പോൾ അതിലേക്ക് ഇനി ഈ ബക്കറ്റത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മളെ ജപ്പാൻ വെള്ളം എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ആദ്യം ഒരു ഡ്രമ്മിൽ നിറച്ച് വെക്കും. ആ ഡ്രമ്മിന്ന് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഊറിയതിന് ശേഷം ഈ ബക്കറ്റിലേക്ക് എടുത്ത് ഒഴിക്കും കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളിപ്പം വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഈ ബക്കറ്റിൽ ചെറിയൊരു ബക്കറ്റും കൂടി ഉണ്ട് കേട്ടോ, ഈ കളറ്. അതിലിപ്പോൾ ഞാൻ വെള്ളം നിറച്ച് വെച്ചിന്. ഇനി എന്തായാലും ഈ വലിയ ബക്കറ്റിലേക്ക് ജപ്പാൻ വെള്ളം നേരിട്ട് നിറച്ച് വെക്കട്ടെ വിചാരിച്ചിട്ടോ. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡറൊക്കെ അമർന്ന് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ നന്ദുമോളെ വിളിക്കേനി. ഓസ് പിടിക്കാൻ ഒരാൾ വേണേ, അല്ലാണ്ട് വെള്ളം ചിന്തിപ്പോയാൽ നമ്മൾ അറിയില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് അടിയായിന് നല്ല വെള്ളമായിട്ടുണ്ടാവുക. ബ്ലീച്ചിങ് പൗഡറൊക്കെ നല്ലോണം അമർന്നു കഴിഞ്ഞാൽ നല്ല വെള്ളമാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് ഒരു 4-5-8 മാസമായി തന്നെ പറയാം. കിണറിൽ പൂച്ച വീണതിന് ശേഷം വെള്ളം ഞങ്ങൾ പഞ്ചായത്ത് കിണറിൻ്റെ വെള്ളം ഉപയോഗിക്കാറില്ല. അതിൻ്റെ ശേഷം ഇങ്ങനെയൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്. വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ജപ്പാൻ വെള്ളം വന്നേരെ ബാക്കി കാര്യങ്ങൾക്കുള്ള വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. കുടിവെള്ളത്തിനൊരു ഇത്തിരി ബുദ്ധിമുട്ടേനി. കുടിക്കാനൊക്കെ ഞങ്ങൾ ആ കിണറിനായിരുന്നു വെള്ളം കൊണ്ടുവരൽ. ഭക്ഷണത്തിനൊക്കെ അതിൽ തന്നെ വെള്ളം കൊണ്ടുവരൽ. ഇപ്പോൾ പിന്നെ ഇത് തന്നെ എടുക്കൽ തുടങ്ങി. അപ്പോൾ ഇതാ നന്ദുമോളെ കൊണ്ട് ഓസ് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ ബക്കറ്റിൽ അവിടെ നിറച്ച് വെച്ചാൽ ഒരു 2-3-4 ദിവസം കഴിഞ്ഞാൽ മാറിക്കോളും. പിന്നെ ചെറിയ ബക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ കമൻറ്റൊക്കെ എഴുതണം. ആരൊക്കെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു ഫാമിലീൻ്റെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ, സീ യു ഗൈസ്.